എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 മോഡൽ ഹോണ്ട CB350 ഡിലക്സ് പ്രോവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബുള്ളറ്റ് ക്ലാസിക്കിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇത് ശരിക്കും ഹോണ്ടയുടെ ബുള്ളറ്റ് തന്നെയാണോ, അതോ നമ്മുടെ ബുള്ളറ്റ് ക്ലാസിക്കിനെ കടത്തി വിടുന്ന എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ടൂ വീലേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വാഹനത്തിൻ്റെ ചേസിൻ്റെ ഡിസൈൻ ഒരു ഡയമണ്ട് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഡിസൈനിലാണ് ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള മിറേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ലിവർ ആയാലും ക്ലച്ച് ലിവർ ആയാലും തന്നെ ഹെവി ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റും ബ്ലിങ്കേഴ്സുമാണ്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അവൈലബിൾ ആണ്, നമ്മുടെ ഡിം ബ്രൈറ്റ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇത് രണ്ടും തന്നെ LED ലൈറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ബ്ലിങ്കേഴ്സ് എല്ലാം തന്നെ ഫയർ ബ്ലേഡ് ഡിസൈനിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബ്ലിങ്കേഴ്സാണ് ലഭിക്കുന്നത്. ബ്ലിങ്കേഴ്സും നമുക്ക് LED തന്നെ ലഭിക്കുന്നുണ്ട്. ഡിലക്സ് പ്രോ മോഡലാകുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കവർ ഇതുപോലെ ഒരു ക്രോമിൻ്റെ ഓർണമെൻ്റ് കൂടെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 4 സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ടൈം കത്തിക്കിടക്കുന്ന ഒരു ഫീച്ചർ കൂടെ നമ്മുടെ ലക്ഷറി മോട്ടോർ സൈക്കിൾസിൽ ലഭിക്കുന്ന ആ ഒരു ഫീച്ചർ നമ്മുടെ CB350 ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റെം ട്യൂബ് നല്ല ലോങ് ആണ്. അത്യാവശ്യം എത്ര മോശപ്പെട്ട റോഡിലൂടെ പോയാൽ തന്നെയും അതിൻ്റെ സ്റ്റെം ഇടിക്കുകയോ നമുക്ക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് സൂപ്പറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ സ്റ്റെം ട്യൂബിൻ്റെയും സസ്പെൻഷൻ്റെയും സേഫ്റ്റിക്കായിട്ട് ടോപ്പ് പോർഷൻസ് എല്ലാം തന്നെ ഒരു മെറ്റാലിക് കവർ കൂടെ ഈ 2024 മോഡലായപ്പോൾ വണ്ടിയിൽ കമ്പനി അഡീഷണൽ ആയിട്ട് നൽകുന്നുണ്ട്. അത് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ടയറും അലോയ് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 100, 90, 19 സൈസ് വരുന്ന ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. MRFൻ്റെ സാപ്പർ സീരീസിലുള്ള ടയേഴ്സ് നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. 19 ഇഞ്ച് മൾട്ടിപ്പിൾ സ്പോക്ക് വരുന്ന അടിപൊളി ഗ്രേ കളറിലുള്ള അലോയ് വീൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് 310 mm ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. ഡ്യുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. ബ്രേക്ക് കാലിബർ നിസിൻ്റെ ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ബ്രേക്ക് കാലിബേഴ്സാണ് നമുക്ക് ഈ പ്രാവശ്യം വണ്ടിയിൽ ലഭിക്കുന്നത്. ഇതാണ് MRFൻ്റെ ടയർ പറഞ്ഞത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ബാക്ക് മഡ് ഗാർഡിൻ്റെ വലിപ്പവും നീളവും കൂട്ടിയിട്ടുണ്ട്. അതായത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫെൻഡേഴ്സാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അത് വാഹനത്തിൽ അഴുക്ക് ചെളി വെള്ളമൊന്നും അടിച്ച് കയറാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 187 kilograms ആണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വെറും 800 mm മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 അടി 2 ഇഞ്ച് തൊട്ട് മുകളിലേക്ക് പൊക്കമുള്ള ആളുകൾക്ക് സുഖമായിട്ട് വണ്ടി കയറി ഇരിക്കാനും വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ഓടിച്ചു നടക്കാനും തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് വയ്ക്കാനും ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ടോട്ടൽ വീൽ ബേസ് 1441 mm ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 15.2 ലിറ്റർ ആണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് 2 ടാങ്ക് പാഡ്സ് കൂടി ലഭിക്കുന്നുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഹോണ്ടയുടെ ഫ്യൂൽ ഇൻജക്ഷൻ ടെക്നോളജിയാണ് ലഭിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ബിൽഡ് ക്വാളിറ്റിയാണ്. സ്വിച്ചസ് എല്ലാം തന്നെ ഹെവി ക്വാളിറ്റിയാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു 5 ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം സ്വിച്ചസാണ് നമുക്ക് ഫുള്ള് ലഭിക്കുന്നത്. ഹൈ എൻഡ് മോഡൽസിൽ വരുന്ന പോലെ ഹോണിൻ്റെ മേളിലായിരിക്കും ഇൻഡിക്കേറ്റർ വരിക. അതുകൂടാതെ എൻജിൻ കിൽ സ്വിച്ച് അവൈലബിൾ ആണ്. ഹസാർഡ് സ്വിച്ചും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സെമി ഡിജിറ്റലായിട്ടുള്ള ഈ മീറ്ററാണ്. ഈ മീറ്റർ കൺസോളിൽ ഒത്തിരി ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. ABSൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ് ഓഡോമീറ്റർ വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരും. അതുകൂടാതെ ക്ലോക്ക്, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് എത്രയാണ് നമുക്ക് ആ ഇൻസ്റ്റൻറ്റിൽ എത്രയാണ് ഫ്യൂൽ മൈലേജ് കിട്ടുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ ട്രിപ്പ് A ട്രിപ്പ് B അവൈലബിൾ ആണ്. ട്രിപ്പ് Aയിൽ നമുക്ക് ലാസ്റ്റ് റണ്ണിൽ, അതായത് ട്രിപ്പ് A ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ട്രിപ്പ് Aക്ക് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ആകെ ടോട്ടൽ വണ്ടിയിലുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കും. ഇതൊന്നും കൂടാതെ നമ്മളുടെ മൊബൈൽ ഫോൺ ഇവരുടെ ഹോണ്ടയുടെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒത്തിരി ഫീച്ചേഴ്സ് കൂടെ കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് സീറ്റിനെ കുറിച്ച് പറയാം. വളരെ പ്രീമിയം ലുക്ക് കിട്ടുന്ന പ്രീമിയം സ്റ്റിച്ചിങ്ങോട് കൂടിയ ഹൈ ക്വാളിറ്റി കവറും കുഷ്യൻസും യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സീറ്റാണ് നമുക്ക് ഹൈനസിന് കിട്ടുന്നത്. വളരെയധികം വലിപ്പമുണ്ട്. അതുകൂടാതെ നല്ലപോലെ തൈ സപ്പോർട്ടും കിട്ടുന്ന ഒരു സീറ്റാണ് വരുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് 800 mm ആണ്. ടോട്ടൽ സീറ്റ് ലെങ്ത് 628 mm ആണ്. ഡിഫോൾട്ടായിട്ട് നമുക്കൊരു റിയർ ഗ്രാബ് ഹാൻഡിലൂടെ വരുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് വരുന്നത്.
മാക്സിമം സി സി വരുന്നത് 348 cc ആണ്. മാക്സിമം പവർ 20.7 bhp ലഭിക്കുന്നുണ്ട്. ടോർക്ക് 29.4 Nm ആണ് വരുന്നത്. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് സപ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. ഇതിനൊരു സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. അതായത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാനും അതുപോലെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും മാത്രമേ ക്ലച്ച് യൂസ് ചെയ്യാവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 0 to 100 കവർ ചെയ്യാനായിട്ട് 12.55 സെക്കൻഡ് മാത്രം മതി. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 121 km/h ആണ്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 35-നും 45-നും ഇടയിലുള്ള മൈലേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. സിറ്റി ട്രാവലിലൊക്കെ ഒരു 30-35 ഒക്കെ നോക്കിയാൽ മതി. ലോങ് ഡ്രൈവ് സ്ട്രൈറ്റ് വേ ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു 45 വരെയൊക്കെ വാഹനത്തിന് കിട്ടുന്നതാണ്. ഡ്യുവൽ ഹോൺ അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയാവുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വാഹനത്തിന് കിക്കർ അവൈലബിൾ അല്ല. ഈ വാഹനത്തിൻ്റെ ഫുൾ ബോഡി മെറ്റലാണ്. നമുക്ക് ഫൈബർ പാർട്സ് തീരെ ഇല്ലെന്ന് തന്നെ പറയണം. ഇതാണ് 5 സ്പീഡ് ഗിയർ ഷാഫ്റ്റ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ അലൂമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വി ഫുഡ് റെസ്റ്റും അലൂമിനിയം മെറ്റീരിയലാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. റിയർ സൈഡിൽ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് സാരിഗാർഡ് അവൈലബിൾ ആണ് വിത്ത് ഫുഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ റിയർ ലൈറ്റ്, അതായത് ടെയിൽ ലൈറ്റ്സ് ഫുൾ LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ സൈഡിൽ ബ്ലിങ്കേഴ്സും ഇൻഡിക്കേറ്റേഴ്സും LED തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് മഡ് ഗാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഴയ മോഡലിനേക്കാളും കുറേ കൂടി നീളം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മോഡലിന് വെറുതെ ആ ടെയിൽ ലൈറ്റ് വരെ മാത്രം ഉണ്ടായിരുന്നു. അതിനേക്കാൾ കീപ്പോട്ടേക്കും ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ നമുക്ക് കൂടുതൽ ലെങ്ത് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് ടയർ 130/70/18 ട്യൂബ്ലെസ് ടയറാണ് ലഭിക്കുന്നത്. സെയിം MRFൻ്റെ സാപ്പർ സീരീസിലുള്ള ടയർ ലഭിക്കുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 240 mm സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS സപ്പോർട്ടും CB350 ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ലോഡറാണ്. പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡാണ്. അതുകൂടാതെ സസ്പെൻഷൻ ഒരു ക്രോമിൻ്റെ കവർ കൂടി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മോഡലിനേക്കാളും സസ്പെൻഷൻ മാത്രമല്ല, അത് കൂടാതെ സൈലൻസറൂടെ ചേഞ്ച് ആയിട്ടുണ്ട്. സൈലൻസർ നല്ലപോലെ നീളം കൂടിയിട്ടുണ്ട്. പക്ഷേ സൗണ്ടും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള നല്ല ബേസ് കിട്ടുന്ന ഒരു അടിപൊളി സൗണ്ടാണ് നമുക്ക് ഈ പ്രാവശ്യം സൈലൻസറിന് ലഭിക്കുന്നത്. 2023 കഴിഞ്ഞ് 2024 മോഡൽ CB350 ആയിക്കോട്ടെ, ഹൈനസ് ആയിക്കോട്ടെ, ഈ മോഡൽസ് എല്ലാം തന്നെ നമുക്കൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് ESS സിസ്റ്റം എന്നാണ്. അതിൻ്റെ യൂസേജ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു 50 കിലോമീറ്ററിന് മേളിൽ സ്പീഡിലാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വണ്ടി ഒന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ സെൻസർ അത് സെൻസ് ചെയ്തിട്ട് 4 സൈഡിൽ ഇൻഡിക്കേറ്ററും ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് യൂസ് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ വരുന്ന റൈഡറിന് പെട്ടെന്ന് ഇത് നോട്ടിഫൈ ചെയ്യാനും അതുപോലെ അവരുടെ വണ്ടി ഹാൻഡിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ 2024 മോഡൽ ഹോണ്ട CB350 ഡിലക്സ് മോഡൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ എക്സോസിൻ്റെ സൗണ്ടും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്ത വണ്ടിയാണ് പെട്ടെന്നായി റേസായി സൗണ്ട് കൂടിയത്. അത് കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ തനിയെ ഐഡിയലായി തീരുന്നതാണ്. പഴയ മോഡൽ ഹൈനസ് അതുപോലെ തന്നെ CB350 ഓടിച്ച ആളുകൾക്ക് സൗണ്ട് വ്യത്യാസം പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാവുന്നതാണ്. പഴയ എക്സോസിനേക്കാളും സൈലൻസറിനേക്കാളും മാറി കുറച്ചുകൂടി ബേസുള്ള നല്ല അടിപൊളി സൗണ്ടാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടുന്നത്. ഇതൊരു പ്രോപ്പർ 2024 മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ ബാർകോഡാണ് ഈ കാണുന്നത്. 2024 ഏപ്രിലിൽ ഈ വാഹനം CB350 ഡിലക്സ് പ്രോവിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് 285,810 വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും റോയൽ എൻഫീൽഡ് ക്ലാസിക് 350നേക്കാളും ഒത്തിരി ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന ഈ വാഹനമാണ്. പ്രൈസ് വൈസും ഏകദേശം ഹൈൻഡ് മോഡൽ ക്രോമൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ വണ്ടി എത്തുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇൻസ്റ്റൻറ്റ് ടോർക്കിനായാലും ഡ്രൈവിംഗ് പ്ലഷറിനായാലും സർവീസ് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഏത് സൈഡിൽ നോക്കുമ്പോഴും ഹോണ്ട ഏറ്റവും നല്ലൊരു ചോയ്സാണ്. നമ്മളെ കയ്യിലൊരു 35-40 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫിനാൻസ് ഇട്ട് വാഹനം എടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാണ്ട് ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്.